Don't get picky. What does it mean? Hello everyone, this is Nishad Ahmad from Brad's English. Every day you learn a beautiful sentence with me to build up your fluency faster. എല്ലാ ദിവസവും ഒരു സെൻറ്റൻസ് പഠിക്കാം നമുക്ക്. Alright? So remember, we learn everything through TPR, Total Physical Response. ആക്ഷനുമായി ലിങ്ക് ചെയ്താണ് പഠിക്കുന്നത്. ഞാൻ കാണിക്കുന്നത് പോലെ നിങ്ങൾ കാണിക്കണം. Ready? So don't get picky. And it's a beautiful expression that you must know. നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു എക്സ്പ്രഷനാണത്. ഡോണ്ട് ഗെറ്റ് പിക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെലക്റ്റീവ് ആവല്ലേ എന്ന് പറയില്ലേ. ചില ആളുകൾ തൃപ്തിപ്പെടുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവർക്കെല്ലാം ഇഷ്ടപ്പെടില്ല, വളരെ സെലക്റ്റീവായിരിക്കും. അങ്ങനത്തെ ആളോട് പറയാവുന്ന സാധനമാണ് ഡോണ്ട് ഗെറ്റ് പിക്കി. പിക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക എന്നർത്ഥം, അറിയാലോ. സോ ഡോണ്ട് ഗെറ്റ് പിക്കി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും സെലക്റ്റീവ് ആവല്ലേ എന്നർത്ഥം. ഡോണ്ട് ഗെറ്റ് picky. Alright? Don't get picky. Just eat what you have got. Alright? നിങ്ങൾക്ക് എന്താണോ കിട്ടിയത് അത് കഴിക്കുക. നീ പിക്കി ആവില്ലേ, because we have no other option. Alright? My son is very picky. He doesn't eat vegetables at all. Alright? I'm bit picky about clothes. എല്ലാ ഡ്രസ്സുകളും എനിക്ക് ഇഷ്ടമാവാറില്ല, അതുകൊണ്ട് ഐ എം ബിറ്റ് പിക്കി. പിക്കി പോലെ തന്നെ വേറൊരു വേർഡാണ് ചൂസി എന്ന് പറയുന്നത്. പിക്കി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടി ഒരു നെഗറ്റീവാണത്. അതൊരു നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു നെഗറ്റീവ് ടോണിലാണ് വരുന്നത്. എന്നാൽ ചൂസി ഇറ്റ്സ് ക്വൈറ്റ് ബിറ്റ് പോസിറ്റീവ്, ഒരു ന്യൂട്രൽ, ഒരു പോസിറ്റീവാണത്. ഐ എം ചൂസി അബൌട്ട് ദ ബുക്സ് ദാറ്റ് ഐ റീഡ്. വായിക്കേണ്ട പുസ്തകങ്ങളെക്കുറിച്ച് ഞാൻ വളരെ ചൂസ് ചെയ്യണം, വളരെ കെയർഫുള്ളി മാത്രമേ ഞാൻ തിരഞ്ഞെടുക്കാം. ഫോർ എക്സാമ്പിൾ, ഐ എം ചൂസി അബൌട്ട് മൈ ഫ്രണ്ട്സ്. എല്ലാവരെയും ഞാൻ ഫ്രണ്ട്സ് ആക്കാറില്ല. ഐ എം ബിറ്റ് ചൂസി. സോ ചൂസി ഈസ് എ പോസിറ്റീവ് വൺ, വേർ ആസ് picky is a bit negative one. Alright, so what are you choosy about and what are you picky about? So picky about and choosy about ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള സെൻറ്റൻസുകൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സ് ഇടുക. ആൻഡ് ലെറ്റ്സ് ലേൺ ടുഗെദർ. ഓൾറൈറ്റ്, റിമെമ്പർ യൂസിങ് ഇസ് ലേണിംഗ്. ഇത് ഉപയോഗിച്ചാൽ മാത്രമേ പഠിയുള്ളൂ. സോ യു ഹാവ് ടു മേക്ക് സെൻറ്റൻസസ്. ഓൾറൈറ്റ്, അതോടൊപ്പം ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുള്ളത്, നമ്മുടെ 128ാമത്തെ റെസിഡൻഷ്യൽ ക്യാമ്പ് കൊച്ചിയിൽ ഈ വരുന്ന ഒക്ടോബർ 13 സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 ദിവസം എന്നോടൊപ്പം നിങ്ങൾക്ക് താമസിച്ച് ഇംഗ്ലീഷ് പഠിക്കാം. കാരണം താമസിച്ച് പഠിച്ചാൽ ഇംഗ്ലീഷ് താമസിയാതെ പഠിക്കാം. ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ നിർബന്ധമായി അറ്റൻഡ് ചെയ്യണം. എനിവേ, താങ്ക് യു വെരി മച്ച്. വാച്ച് ദിസ് വീഡിയോ. സീ യു വിത്ത് അനദർ വൺ ടുമോറോ. ബൈ.